നമ്മുടെ ഐഡിയാസ്, തോട്ട്സ് എന്തുമാകട്ടെ, നമ്മളിതെല്ലാം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നത് സെൻറ്റൻസുകളിലൂടെയാണ്. സാധാരണ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സബ്ജക്റ്റിലാണെന്ന് മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ചില സെൻറ്റൻസുകളിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് മറ്റ് ചില വാക്കുകൾ കാണാം. അവയ്ക്ക് ചിലപ്പോൾ ആ സെൻറ്റൻസിൽ അത്ര പ്രസക്തിയൊന്നും ഉണ്ടാകില്ല. ഇവയെ നമുക്ക് ഡമ്മി സബ്ജക്റ്റുകൾ എന്ന് പറയാം. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡമ്മി സബ്ജക്റ്റുകളായ ധേർ, ഇറ്റ് എന്നിവയെക്കുറിച്ചാണ്. ഡമ്മി സബ്ജക്ട്സ് എന്ന് വിളിച്ചതുകൊണ്ട് എല്ലാ സെൻറ്റൻസുകളിലും ഇവയ്ക്ക് അർത്ഥമില്ല എന്നല്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ സെൻറ്റൻസ് ഒന്ന് നോക്കിയേ. There are so many novels I want to read. There are so many novels I want to read. ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നോവൽസ് ഉണ്ട്. ഇനി ഇതേ സെൻറ്റൻസിനെ I want to read so many novels എന്നും പറയാം. അതായത് There are so many novels I want to read എന്ന സെൻറ്റൻസിനെ I want to read so many novels എന്ന് പറഞ്ഞാലും കാര്യമായ വ്യത്യാസങ്ങളില്ല. ആദ്യം പറഞ്ഞ സെൻറ്റൻസിൽ ധേർ എന്ന വേർഡിന് പ്രത്യേകിച്ച് അർത്ഥമോ പ്രസക്തിയോ ആ സെൻറ്റൻസിലില്ല. എന്നാൽ ഒരു പൂർണ്ണത കിട്ടാൻ അവിടെ ധേർ ചേർക്കാം. 1-2 എക്സാമ്പിൾസ് കൂടി നോക്കാം. There is a man waiting outside. പുറത്ത് ഒരാൾ കാത്തു നിൽക്കുന്നു. There is a dog in my home. എൻ്റെ വീട്ടിൽ ഒരു ഡോഗുണ്ട്. ഈ സെൻറ്റൻസുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ധേർ എന്ന വേർഡിലാണ്. എന്നാൽ ധേറിന് ഇവിടെയെല്ലാം പ്രത്യേകിച്ചൊരു പ്രസക്തിയില്ല. ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇത്തരം സെൻറ്റൻസുകളിൽ പ്രത്യേകിച്ച് മീനിങ് ഇല്ലാതെ ഉപയോഗിക്കുന്ന സബ്ജക്റ്റുകളെ ഡമ്മി സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഡമ്മി ധേർ എന്ന് വിളിക്കാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ സെൻറ്റൻസുകളിലും ധേർ മീനിങ് ഇല്ലാതെ അല്ല ഉപയോഗിക്കുന്നത്. ഈ ഉദാഹരണങ്ങൾ നോക്കിയേ. വി വിൽ ഗോ ധേർ, ഞങ്ങൾ അവിടെ പോകും. വി വിൽ ഗെറ്റ് ധേർ ഓൺ ടൈം, ഞങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തും. ഇവിടെയെല്ലാം ധേറിന് അവിടെ എന്ന് അർത്ഥമുണ്ട്. ഇത്തരത്തിൽ ധേർ മാത്രമല്ല ഇറ്റും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് നോക്കാം. മഴ പെയ്യുന്നു എങ്ങനെ പറയും? ഇറ്റ്സ് റെയിനിങ് അല്ലേ? നേരം വൈകുകയാണ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ്. ഇവിടെ നോക്കിയേ, ധേർ പറഞ്ഞതുപോലെയാണ് ഈ സെൻറ്റൻസുകളിൽ ഇറ്റ്. പ്രത്യേകിച്ച് അർത്ഥമില്ല, എന്നാൽ ആ സെൻസ് കംപ്ലീറ്റ് ആകാൻ അവിടെ ഇറ്റ് വേണം. ഈ സെൻറ്റൻസ് കൂടി നോക്കിയേ. It is important to wear a helmet when you are riding a motorbike. It is important to wear a helmet when you are riding a motorbike. നമുക്കറിയാം, മോട്ടോർ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് നിർബന്ധമാണല്ലേ. ഇതേ സെൻറ്റൻസിനെ വിയറിംഗ് ഹെൽമെറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ റൈഡിങ് എ മോട്ടോർ ബൈക്ക് എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. എല്ലാ ഇറ്റുകളും നേരത്തെ പറഞ്ഞതുപോലെ ഡമ്മി സബ്ജക്റ്റുകളല്ല. ഈ സെൻറ്റൻസുകൾ നോക്കിയേ. ഇറ്റ് ഈസ് മൈ ബുക്ക്, അത് എൻ്റെ പുസ്തകമാണ്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്, അതൊരു മനോഹരമായ അനുഭവമായിരുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡമ്മി സബ്ജക്റ്റായിട്ടല്ല ഇറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് എന്ന അർത്ഥത്തിലാണ് ഇറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഡമ്മി സബ്ജക്റ്റായിട്ട് എങ്ങനെയാണ് ധേർ, ഇറ്റ് എന്നിവ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇതുപോലെയുള്ള ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. വീഡിയോ കണ്ടതിന് ശേഷം ഇതേക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.